ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു 2023 മോഡൽ ക്രെറ്റയാണ്. അപ്പം ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പോയോ. അപ്പം ഈ വണ്ടി വരുന്നത് ഈ പണ്ടത്തെ ഇതിപ്പം നമ്മുടെ 2023ൻ്റെ ലൈറ്റാണിത് കണ്ടോ. ഇത് നമ്മൾ ബേസ് മോഡലാണ് കണ്ടില്ലേ. ഇവിടെ നമ്മൾ അകത്തൊരു വലിയൊരു ബൾബ് പോലത്തെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ LED സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. LED സ്ട്രിപ്പാണ്. പിന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട് LEDയുടെ, ഇവിടെ സ്ട്രിപ്പ്. പിന്നെ ഇതിൻ്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രില്ല് വരുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റ് എഡീഷൻ്റെ കയറ്റിയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് കണ്ടില്ലേ, ഇത് നൈറ്റ് എഡീഷൻ്റെ ഗ്രില്ലാണ് നമ്മൾ കയറ്റിയാണ്. പിന്നെ നമ്മുടെ ക്യാമറ ഉണ്ട് കണ്ടില്ലേ. പിന്നെ ക്യാമറ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് വരാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ വീല് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 205 ഇഞ്ച് വരുന്നൊരു വീലാണ്, അപ്പോളോയുടെ വീലാണ്. പിന്നെ ഇത് വരുന്ന ഡിസ്ക്കാണ്, അകത്ത് ഡിസ്ക് ഉണ്ട്. പിന്നെ വീൽ കപ്പ് ഇത് കമ്പനി വീൽ കപ്പാട്ടോ, അത് രണ്ടാമതൊന്നും ഇട്ടല്ല. പിന്നെ നമ്മുടെ മിറർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഈ സൈഡിലായിട്ടൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പണ്ടത്തെ പോലെ. ഓക്കെ, നമുക്ക് മിററിൻ്റെ വശത്തേക്ക് കിടക്കാം. ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് മിറർ. നമ്മുടെ മിറർ നേരത്തെ ഇതല്ല, ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ രണ്ടാമത് കയറ്റിയാണ്. ബേസ് മോഡലിന് ഇത് വരത്തില്ല, അതായത് ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഇതൊന്നും വരത്തില്ല. നമ്മൾ രണ്ടാമത് കയറ്റിയ ഫോൾഡബിൾ മിററാണ്. 8 കാലിൽ സ്പൈഡർമാൻ വന്നു, അതാണ് ഗൈസ്. അപ്പം ഇത് ഫോൾഡബിളാണ്, നമ്മൾ ഓട്ടോ ആയിട്ട് ഫോൾഡാവും. പിന്നെ വരുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് കിടക്കാം. ബായോ. അപ്പോൾ ഗൈസ്, ഇതാണ് വണ്ടിയുടെ സ്റ്റെപ്പ്. ഇത് നമ്മൾ രണ്ടാമത് കയറ്റിയ സ്റ്റെപ്പാണ്. ഇവിടുത്തെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗ്രിപ്പാണ്, വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഗ്രിപ്പാണ് കണ്ടില്ലേ. ഓക്കെ, നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് കിടക്കാം. ബായോ. അപ്പോൾ ഗൈസ്, ഇവിടെയും അവിടുത്തെ അതേ ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അവിടെ വരുന്ന ആ ഷേപ്പിലുള്ള ഒരു ലൈറ്റാണ് ഇവിടെയും വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലോഗോ വരുന്നുണ്ട് വണ്ടിയുടെ. പിന്നെ വണ്ടിയുടെ ലോഗോയും പിന്നെ വരുന്നത് ക്രെറ്റ എന്നുള്ള ഇതും വരുന്നുണ്ട്. ക്രെറ്റ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ഇങ്ങോട്ട് വരാം. ബാ, ഇവിടെയൊക്കെ സ്പൈഡർമാൻ്റെ വീടാട്ടോ. സ്പൈഡർമാൻ പുതിയ വീടൊക്കെ കൊടുക്കും ഗൈസ്. അപ്പോൾ ഇതാണ് ഗ്ലാസ് വരുന്നത് കണ്ടില്ലേ. ഇനി ഇത് ബേസ് മോഡലിനൊക്കെ ഇത്രയും ചേട്ട വരത്തുള്ളൂ. ടോപ്പ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാം. ബൈ. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ ഡിക്കി ഉറക്കാൻ പോവാണ്. പക്ഷേ നമുക്ക് താക്കോലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വണ്ടി അവിടെ തുറന്നിട്ടില്ല. അതെ, ഞാൻ വേണേൽ കാണിച്ചത് തുറക്കത്തില്ല. അതെ, കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഇവിടെ ഒരു അതവിടെ ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി ലോക്കാണ്, അതാണ് പറ്റാത്തത്. അപ്പം ലോക്ക് തുറന്നാൽ നമുക്ക് വേണേൽ കാണിച്ചു തരാം ഞാൻ. ഇപ്പം ഇത് ലോക്കാണ് കണ്ടില്ലേ. നമ്മുടെ ക്രെറ്റയുടെ ഇത് നമ്മൾ മാറ്റിയിട്ടില്ല. ഇത് നേരത്തെ ഒരു സിൽവർ പോലത്തെ ഒരു ഇതായിരുന്നു, നമ്മളത് മാറ്റിയാണ്, ബ്ലാക്ക് ആക്കിയാണ് ഇത് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ വണ്ടിയുടെ ഫുൾ വ്യൂ ആണ് കേട്ടോ. വണ്ടി തുറന്നിട്ടുണ്ട്, ഞാനത് അറിഞ്ഞില്ല, വണ്ടി ലോക്കായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ പോലെ ഉണ്ട്. ഈ ബട്ടണെ പിടിച്ച് നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ ഡിക്കി തുറന്നു. നല്ല സ്പേസ് ഉണ്ട് ഗൈസ്, ഉണ്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അയ്യോ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാം. ബാ 3. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഡോറിലേക്ക് കിടക്കാം. ഇത് ബേസ് മോഡലായിരുന്നപ്പോൾ നമ്മളിത് പറഞ്ഞല്ലേ ഓൾറെഡി. അപ്പം നമുക്കിത് ഇനി തുറക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ കാര്യം.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ പാഡ്. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ഗ്ലാസ് ബാക്കിൻ്റെ ലോക്കാണ്, ബാക്ക് ഗ്ലാസിൻ്റെ ലോക്കാണ്. പിന്നെ ഇതെല്ലാ വിൻഡോയും വർക്ക് ചെയ്യിപ്പിക്കാനുള്ള. പിന്നെ ഇത് ലോക്ക്, അൺലോക്ക്. ഇത് ഫോൾഡ് മിറർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് എൽ ആൻഡ് റൈറ്റ് എന്ന് പറയണത് LT റൈറ്റ്, അതായത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, തള്ളി നിൽക്കാനോ ഇങ്ങോട്ടാക്കാനോ അങ്ങനെയൊക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മിററിൻ്റെ അകത്തുള്ള മിറർ നമുക്ക് ഓരോ പൊസിഷനിലാക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാം. ബാ, ഇതാണ് ഡ്രൈവിംഗ് സീറ്റ്. നല്ല സ്പേസ് ഉണ്ട്. വേറെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് സ്മൂത്താണ്. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ പെഡലൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ പെഡൽ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് കണ്ടില്ലേ. ഇനി വണ്ടിയുടെ സ്റ്റിയറിങ്ങിലേക്ക് കിടക്കാം. വാ, അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റായ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഈ സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഫയൽസൊക്കെ ഇല്ലേ, മെയിൻ ഫയൽസൊക്കെ, അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. നമുക്ക് വേണേൽ ഫയൽസ് എടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോ പ്ലോട്ടാണ്. വണ്ടി ഒരു സ്പീഡിൽ പോകുമ്പോൾ ഇത് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഓട്ടോ പ്ലോട്ടായിട്ട് പൊക്കോളും, കണ്ടില്ലേ. പിന്നെ ഇത് നമുക്ക് കോൾ വരുമ്പോൾ കോളിൻ്റെ സൗണ്ട് കൂട്ടാനും കോളിൻ്റെ സൗണ്ട് കുറയ്ക്കാനും, ഇവിടെയും കോളിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ഇവിടെ വരുന്നത് വോളിയം, പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഇവിടെയും പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും. ഓക്കെ, പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾ എടുക്കാനുള്ളതാണ്. കോൾ സ്വിച്ച്, കോൾ എടുക്കാനുള്ള സ്വിച്ച്. പിന്നെ ഇത് വരുന്നത് ഓരോ മോഡ്സാണ് വണ്ടിയുടെ. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പോലെയൊക്കെ തന്നെ ഓക്കെ കൊടുക്കുക. പിന്നെ ഇത് ആയിട്ട് എടുക്കണ ഇതാണ് റീ. പിന്നെ ഇത് നമ്മുടെ കോൾ ഡിസ്ലൈൻഡ് ചെയ്യാനും ഇത് കോള് വെക്കാനും. ഓക്കെ, ഇനി ഇവിടെയാണ് എയർ ബാഗ് വരുന്നത്. പിന്നെ ഹോൺ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോഗോ നടക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിക്കൊരു ഇത് ലഭിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഡോറ് തുറന്നാൽ നമുക്കിവിടെ അറിയാൻ പറ്റുന്നതാണ്. രണ്ട് ഡോറും തുറന്നു അറിയാൻ പറ്റും. ഓക്കെ, വണ്ടിയുടെ ഇവിടെ ആയിട്ട് നമ്മളെ കണ്ണിലേക്ക് ഇതടിക്കാതിരിക്കാനുള്ള ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐസിലേക്ക് വേറെ നമ്മുടെ പുറകെ വരുന്ന വണ്ടിയുടെ ലൈറ്റൊക്കെ ഇവത്തെല്ലാം അടിച്ച് നമ്മുടെ കണ്ണിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഈ കാണുന്ന സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടിക്കത്തില്ല, അത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കവർ കീഴിലുണ്ട്, ഇതിന് കണ്ടില്ലേ സ്റ്റിയറിംഗ് കവർ. ഓക്കെ, പിന്നെ സീറ്റ് വരുന്നത് മറ്റേ ഭാരത് ബെൻസിൻ്റെ സീറ്റ് പോലെയാണ്. ഇതാണ് സീറ്റ്. ഇവിടെ നമ്മുടെ പില്ലോ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ എടുക്കാൻ നേരത്തെ ഇത് തല വെക്കാൻ വേണ്ടി ഇത് നെക്കിന് വേണ്ടിയുള്ള സംഭവമാണ് ഇത്. പിന്നെ ഇനി നമുക്ക് ഇപ്പത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഭാരത് ബെൻസിൻ്റെ സീറ്റ് പോലെയാണ്. നമുക്ക് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് പൊങ്ങുന്നതാണ്, മേലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് താഴുന്നതാണ്. പിന്നെ ഇത് എല്ലാ വണ്ടിക്കും ഉള്ള പോലെ തന്നെ നമുക്ക് കിടക്കാനും ചാരാനൊക്കെയുള്ള സ്വിച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇനി വണ്ടിയുടെ AC കൺട്രോൾസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് വണ്ടിയുടെ AC കൺട്രോൾസ്. ഇത് നമ്മുടെ ACയുടെ ഇതാണ്. AC കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതാണ് AC. നമുക്ക് AC വേണ്ട, കാറ്റ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഹീറ്റ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നമുക്കിപ്പോൾ കൂള് വേണമെങ്കിൽ ഇതിടുക. പിന്നെ ഹീറ്റ് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഇടുക. മനസ്സിലായോ? പിന്നെ ഇത് നമ്മുടെ ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഇത് കാലിലേക്ക് മാത്രം, ലെഗിലേക്ക് മാത്രം. ഇത് ലെഗിലേക്കും ഫേസിലേക്കും, ഇത് ലെഗിലേക്ക് മാത്രം. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്, ഇത് ഇവിടെയുള്ള ഇതടിക്കാൻ വേണ്ടി. പിന്നെ ഇത് ഗ്ലാസ്സിലേക്ക് മാത്രം. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ മൊത്തത്തിൽ നമുക്ക് AC കിട്ടും, അതായത് ഇവിടം വരെ ഉണ്ട്. ഓക്കെ, ഗിയർ വരുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളിപ്പം പണ്ടത്തെ പോലെ നേരെ റിവേഴ്സ് അല്ല, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പിടിച്ചിട്ട് വേണം ഫസ്റ്റിലേക്ക് ഇടാൻ. അല്ല, അത് പിടിച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടാൽ അത് റിവേഴ്സാണ്. നോർമലായിട്ട് ഇട്ടാലേ അത് ഇതാകത്തുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഇവിടെയൊന്നുമല്ല ഹസാർഡ് വരുന്നത്, ഇവിടെയാണ് ഇപ്പോൾ ഹസാർഡൊക്കെ വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഈ മേൽവശത്തേക്ക് കിടക്കാം.
ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇത് എന്നാ സൺഷെയ്ഡറിലേക്ക് കിടക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്, അതാണ്. അപ്പം ഇതാണ് ഇവിടെ നമുക്ക് വേണേൽ ഇത് ഈ പ്ലാസ്റ്റിക് കവർ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ പൊളിച്ചളഞ്ഞ് ഇവിടെ ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണേ. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് എയർ ബാഗിൻ്റെ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും നൽകുന്നതാണ്, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്നത് നോക്കാം. ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഇവത്തെ ഒരെണ്ണത്തെ ഞെക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം ലൈറ്റ് കളിയും, രണ്ടും തെളിക്കണമെങ്കിൽ രണ്ടിലത്തെ ഞെക്കിക്കഴിഞ്ഞാൽ രണ്ട് ലൈറ്റ് കളിയും. ഇത് ഇങ്ങനെ തെളിയും, മനസ്സിലായോ? ഇത് ഇവിടെ കണ്ടോ, ഇതെന്തുവാണെന്നറിയോ? ഇത് കണ്ണാടി നമ്മുടെ ഗ്ലാസ് വെക്കാൻ വേണ്ടിയുള്ളൊരിതാണ്. ഓക്കെ, അത്രയൊക്കെയാണ് വണ്ടിക്കകത്ത് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതെ ഒരു ചാർജിങ് പോർട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ പുറകിലേക്ക് കിടക്കാം. ബാ ഗൈസ്, ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിലേക്ക് കിടക്കാം. ബാ. ഇപ്പം ഇതാണ് വണ്ടിയുടെ ബാക്ക് വരുന്നത്. ഇപ്പോൾ വരുന്നത് ഈ ഡോർ പാടയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആയിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുക. എന്നിട്ട് എന്തോ സ്പേസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. കണ്ടില്ലേ, ഒരാൾക്ക് നല്ല സുഖമായിട്ടിരിക്കാം. ഇവിടെ വേണം ഒരാൾക്ക് ഇരിക്കാം. ഇവിടെ ബാക്കിലൊരു 4 പേർക്ക് ഇരിക്കാം. ഇത് നമുക്ക് നടുക്കിരിക്കണം ഉണ്ടെങ്കിൽ ആണ്ടേ അത് സുഖമായിട്ടിരിക്കാം. ഇതിൻ്റെ സീറ്റ് വരുന്നത് 10.6 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നീളമുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ലാമ്പ് വരുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇത് ഇങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഹോള് വരുന്നുണ്ട് നമ്മുടെ. പിന്നെ AC വെൻസ്. ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു സ്വിച്ചിൻ്റെ കാര്യം കണ്ടില്ലേ. അപ്പോൾ ആ ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഇവിടം വർക്കാവും. അത് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാറ്റ് വരത്തില്ല നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ഈ ഒരു പോർഷനിലേക്ക് ഇടാം. ബാ. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ നമ്മുടെ സീറ്റ് കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്, അല്ലേ. ഇവിടെ കപ്പ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 2 ബോട്ടിൽസും വെക്കാം. ഇവിടെ വരുന്നത് നമ്മുടെ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള സിസ്റ്റമാണ്. ഇത് 2 സെപ്പറേറ്റ് സീറ്റാട്ടോ, സിംഗിൾ സീറ്റ് അല്ല. കഴിഞ്ഞാൽ കാണാം, ഇതൊരു സീറ്റ്, ഇതും ഒരു സീറ്റാണ്. ഇത് രണ്ടും ഒരുമിച്ചല്ല സീറ്റ് വെച്ചേക്കുന്നത്, രണ്ടും 2 സീറ്റായിട്ടാണ് ഗൈസ്. ഓക്കെ, ഇതേ 2 സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഉള്ള വ്യൂ. ഇനി നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാറായി. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം നമ്മുടെ കൂടെ ക്യാമറമാനായിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ശ്രീഹരി, നമ്മുടെ ശ്രീഹരി കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ശിവ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.